സ്നേഹാതിരാജന യേശുനായക, സ്വർഗം ഭൂവിലിറങ്ങിടും ഈ യാഗപീഠത്തിൽ ജീവൻ പകരും ബലിയേകാ ഹൃദയമൊരുങ്ങിതാ. സ്നേഹാതിരാജന യേശുനായക, സ്വർഗം ഭൂവിലിറങ്ങിടും ഈ യാഗപീഠത്തിൽ ജീവൻ പകരും ബലിയേകാ ഹൃദയമൊരുങ്ങിതാ. പാപികളാം ഇവരഭയം തേടുന്നങ്ങിൽ കാരുണ്യത്തിൻ സ്പർശനമേകണേ. നിത്യജീവനീ ബലിയിൽ പകരൂ നാഥാ നിൻ സുതരിൽ തൂകാം ഭൂവിൽ താവക സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഇന്ന് ലോകം മുഴുവനും പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് കുഞ്ഞുനാളിൽ തന്നെ ദൈവത്തോടുള്ള ഭക്തിയാൽ വളർന്നവനാണ് അന്തോണീസ്. അന്തോണീസിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചു കപ്പേളയുണ്ട്. അവിടെ പോയി ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹം എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന കൃത്യം ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളി പണി അടിക്കുമ്പോൾ അന്തോണീസ് പുണ്യവാൾ പോയി ആ പ്രാർത്ഥന ചൊല്ലും. ഒരു ദിവസം മാതാപിതാക്കൾ മാർക്കറ്റിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അന്തോണീസ് പുണ്യവാൾ പറഞ്ഞു, നമ്മുടെ പാടത്തുള്ള നല്ല സമൃദ്ധമായ വിളവാണ്, പക്ഷികൾ വന്ന് ഈ വിളവ് തിന്നരുത്, അപ്പോൾ അതുകൊണ്ട് നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അന്തോണീസ് പുണ്യവാളൻ ഒരു വടിയും എടുത്തുകൊണ്ട് കപ്പേലടുക്കൽ പോയി ഇങ്ങനെ ഇരിക്കണം, പാടത്തേക്ക് നോക്കിയിരിക്കണം. അപ്പോൾ നോക്കാൻ നേരത്തെ ഇതാ ഉച്ചയ്ക്ക് 12 മണിയാകാൻ തനിക്ക് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ ഒത്തിരിയേറെ കിളികൾ വന്നിങ്ങനെ പാടത്തെ ഫലസമൃദ്ധമായി കിടക്കുന്ന വിളകൾ തിന്നാൻ വേണ്ടി വരികയാണ്. അന്തോണീസ് വടിയെടുത്ത് ഈ പക്ഷികളെല്ലാം തങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിലുള്ള അറയിൽ കൊണ്ട് അവിടെ സ്വസ്ഥമായി അതുങ്ങളെ വാതിലടച്ച് പൂട്ടി അതിനകത്താക്കി. അന്തോണീസ് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന കൃത്യമായി ആ സമയത്ത് കപ്പലിൽ ചൊല്ലുകയും ചെയ്തു. മാതാപിതാക്കൾ വന്നു നോക്കാൻ നേരത്തെ അന്തോണീസിനെ കാണാനുമില്ല, എവിടെ പോയി? വിളകളെല്ലാം ഇതാ പക്ഷികൾ തിന്നിട്ടുണ്ടാകും. അപ്പോൾ അന്തോണീസ് മാതാപിതാക്കളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, വിളകളൊന്നും പക്ഷികൾ തിന്നിട്ടില്ല, ഞാൻ പക്ഷികളെല്ലാം നമ്മുടെ വീടിൻ്റെ മേൽക്കുരയിലെ അറയിൽ ഇതാ അതുങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ അതുങ്ങളെ പറത്തിവിടാം, അതുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ അതിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ പറയുന്ന അതുപോലെ അനുസരിക്കുന്നു, എന്നാൽ ദൈവത്തോടുള്ള തൻ്റെ കൽപ്പനകൾ, തൻ്റെ പ്രാർത്ഥനകൾ ഒട്ടും അണുവിടാതെ അത് വ്യതിചലിക്കാതെ പാലിക്കുകയും ചെയ്യുന്നു അന്തോണീസ്. അതുകൊണ്ടല്ലേ പുണ്യങ്ങൾ എവിടെയെല്ലാം പ്രസംഗിക്കണം, ജനങ്ങൾ ഒത്തിരി കൂടി വന്നു. ഒരിക്കൽ ഒരു അമ്മയുടെ കുഞ്ഞ് മരിച്ചു. അന്തോണീസ് പ്രസംഗം കേൾക്കാൻ പോയതാണ്. പുണ്യാളെ പ്രസംഗിക്കാൻ വരുന്നവർ കേട്ടപ്പോൾ ഈ അമ്മ ഓടി വന്ന് പ്രസംഗം കേൾക്കുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കാൻ സമയമാണ്, ചൂടുവെള്ളത്തിൽ കുഞ്ഞിലിട്ടിട്ടാണ് പ്രസംഗം കേൾക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കുഞ്ഞ് മരിച്ചു. ഈ മരിച്ച കുഞ്ഞിൻ്റെ ശവമായിട്ട് അമ്മ ഓടി വന്ന് അന്തോണീസ് അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത്. അന്തോണീസ് പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞ് ജീവൻ ലഭിക്കുന്നു. നമുക്കറിയാമല്ലോ, മരിച്ചവനെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ അന്തോണീസ്. അദ്ദേഹത്തെ പ്രസംഗം കേൾക്കാൻ മത്സ്യങ്ങൾ പോലും വാ പിളർന്നെന്ന് പറയുക. അദ്ദേഹം
തൻ്റെ കയ്യിലേക്ക് പരിശുദ്ധ മാതാവ് ഉണ്ണീശോ വെച്ച് കൊടുത്തു. മരിക്കാൻ നേരത്ത് അന്തോണീസ് മരിക്കാൻ നേരത്ത് അന്തോണീസ്മോളുടെ കൈകളിലേക്കും ദൈവം തൻ്റെ ഉണ്ണീശോയെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വഹിക്കുന്നവരാകുക, ദൈവത്തെ പ്രസംഗിക്കുന്നവരാകുക, ദൈവനാമത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അനുസരണയുള്ള മക്കളായി തരാം. ഈ പരിശുദ്ധമായ ബലി ഭക്തിയോടെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തരിക. സത്യത്തെ സത്യമെന്നും പാപത്തെ പാപമെന്നും ഏറ്റുപറയാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള കൃപ ഈ പരിശുദ്ധമായ ബലിയിൽ അന്തോണീസ് മാധ്യസ്ഥം വഴി നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ബലിയിൽ പങ്കുചേരാം. നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. സർവശക്തനായ പിതാവേ, പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. സമുന്നതമായ സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിന് വിശുദ്ധനെ അങ്ങ് നൽകിയല്ലോ. വിശുദ്ധ അന്തോനീസിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾക്ക് അനുഭവിക്കുവാനും കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഏലിയ മലയിൽ നിന്ന് പുറപ്പെട്ടു 12 ഏർക്കാളകളെ ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ശഫാത്തിൻ്റെ മകൻ ഏലിയായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർക്കാളയെ കൊന്ന് കൽപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീശ ഏലിയായെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ
പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവമേ, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, വ്യാജമായി ആണയിടരുത്. കർത്താവിന് ചെയ്ത ശപഥങ്ങൾ നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നു, ആണയിടുകരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ട് മരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ട് മരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിലെ കൊണ്ടും ആണിയിടരുത്, അതിലെ ഒരു മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടതയിൽ നിന്നാണ് വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്വീകരിക്കണമേ ദൈവപിതാവേ, നിൻ ദാസരിന്നർപ്പിക്കും സ്നേഹബലി. സ്വീകരിക്കണമേ ദൈവപിതാവേ, നിൻ ദാസരിന്നർപ്പിക്കും സ്നേഹബലി. പാപികളാകിലും പശ്ചാത്തപിച്ചു നീ കാരുണ്യം തേടി വരുന്നു. ഞങ്ങളും സർവ ജനങ്ങളും ചെയ്തതാ, ഞങ്ങളും സർവ ജനങ്ങളും ചെയ്തതാ പാപങ്ങളെല്ലാം പൊറുത്തരുൾക. സ്വീകരിക്കണമേ ദൈവപിതാവേ, നിൻ ദാസരിന്നർപ്പിക്കും സ്നേഹബലി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, അങ്ങേ വിശുദ്ധനായ അന്തോനീസിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട്
അൾത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ അങ്ങ് ദയാപൂർവം സ്വീകരിക്കണമേ. ഈ ദിവ്യരഹസ്യങ്ങൾ വഴി വിശുദ്ധ അന്തോനീസിന് മഹത്വം നൽകിയതുപോലെ ഞങ്ങളുടെ പാപങ്ങളും അങ്ങ് മോചിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അങ്ങേ വിശുദ്ധനായ അന്തോനീസിന്റെ തിരുനാൾ ആനന്ദിക്കുവാൻ അങ്ങ് തിരുസഭയ്ക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ ആമോദവായി പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പാം, മുട്ടുകൾ മടക്കാം. പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ കൂടെ നമുക്കായിരിക്കാം. അന്തോനീസ് പുണ്യാളൻ ദീപലി അർപ്പിക്കുമ്പോൾ തിരുവോസ്തി എടുത്ത് വീഴ്ത്തുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇത് വെറും അപ്പമാണ്. വെല്ലുവിളിച്ചു. എന്നാൽ അന്തോനീസ് പുണ്യാളൻ ഒരു കഴുതയെ 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ കെട്ടിയതിനു ശേഷം 3 ദിവസം ശേഷം പരിശുദ്ധ കുർബാന തിരുവോസ്തി എഴുന്നള്ളി വരുമ്പോൾ ഈ കഴുതയുടെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത കഴുതയ്ക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ തിരുവോസ്തി എഴുന്നള്ളി വരുമ്പോൾ ഇതാ കഴുത മുട്ടുമടക്കി തിരുവോസ്തിയിലെ യേശുനാഥനെ ആരാധിക്കുന്നു. നമുക്കും നമ്മുടെ മധ്യ എഴുന്നള്ളുന്ന ഈശോയെ പരിശുദ്ധിയോടെ
വിശുദ്ധിയോടെ ആരാധിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാണ് മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുവമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനിൽ ഒന്നായി ചേർക്കണമേ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിലും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണമേ. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗ്ഗസ്ഥനിൽ അങ്ങ് സ്വീകരിക്കണമേ. ഈ എളിയവരായ ഞങ്ങളുടെ മേൽ കനിയണമേ. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രികസ്ഥയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ ഔസേപ്പിതാവോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമത്തെ ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ അന്തോനീസുമത്തെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് എല്ലാവർക്കും ഉച്ചത്തിലേറ്റുമെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് ചെയ്തുവല്ലോ. ഞങ്ങളെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നൽകാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൻ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്തോനീസ് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരും സ്വർഗീയമായി വരുന്ന ഉന്നതങ്ങളിൽ ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
അങ്ങനെ വിശ്വാസാനം അതിൻ്റെ സമഗ്രതയെ ഞങ്ങൾ കാത്തു പരിപാലിക്കുകയും വെളിപ്പെടുത്തിയ രക്ഷാഗ്രമാർഗത്തോട് ചരിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിശുദ്ധ അന്തോനിയോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ആൻ്റണി എന്ന നാമധേയം വഹിക്കുന്ന എല്ലാവരും ഓർക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.